നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ദൃഷ്ടിഭേദ. ദൃഷ്ടിഭേദം മനസ്സിലായോ? ഇല്ലയോ? മനസ്സിലായില്ലയോ? അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതി പഠിക്കാം. നേരെ നോക്കിക്കേ, അവിടെ എന്താ കാണാൻ പറ്റുന്നേ? ഒന്നും കണ്ടില്ലയോ? കുഞ്ഞെന്താ കണ്ടേ? ഒരു കസേര. ആ നേരെ നോക്കിയാൽ എന്നാ പറയുന്നേ? സമസൃഷ്ടി അല്ലേ? ആ വണ്ടി സമസൃഷ്ടി എന്ന് പറഞ്ഞു. അപ്പൊ അതിന് സമസൃഷ്ടി. ആലോകി എന്ന് പറഞ്ഞാൽ നമ്മള് എന്തെങ്ങനെ കണ്ണുകൾ ഇങ്ങനെ വട്ടം കറക്കി, അത് പെട്ടെന്ന് നമ്മളൊരു വിരൽ വെക്കണേ. വിരൽ വെച്ചിട്ട് ആ വിരൽ ഇങ്ങനെ വട്ടം കറക്കി മുകളിൽ ഇങ്ങനെ വട്ടം കറക്കിക്കേ. വട്ടം കറക്കി ഇങ്ങനെ നമ്മുടെ ശരീരം കറങ്ങണ്ട, നമ്മുടെ കണ്ണ് വേണം. നമ്മുടെ ശരീരം എന്താ കറക്കുന്നേ? പിന്നെ കണ്ണ് കൈ കൊണ്ട് ഇങ്ങനെ കറക്കും. അതിനോട് അങ്ങനല്ല, നമ്മൾ വിരലിങ്ങനെ വെക്കുക. നമ്മുടെ കണ്ണുകൾ മാത്രം ദൃഷ്ടിയെക്കുറിച്ചല്ല പഠിക്കുന്നേ. ആ ആ അങ്ങനെ വട്ടം ആ കണ്ണിങ്ങനെ ആ കൈ കൊണ്ട് ഇങ്ങനെ വട്ടം കറക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. കറങ്ങിയില്ല, ഒന്നുകൂടെ മോണ്ടൊക്കെ വെച്ച് ആ കൈ ഇങ്ങനെ കറക്ക്. കൈ ഇങ്ങനെ ഓരോ അങ്ങനെ നോക്ക്. ഗുഡ്. അത് എന്ത് പറയുന്നേ? ആലോകിതം എന്ന് പറയും. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ നേരെ നമ്മൾ നോക്കുന്ന സമമൊന്നും ഇങ്ങനെ നമ്മള് കൃഷ്ണമണി ഇങ്ങനെ വട്ടം കറക്കുന്ന എന്ത് പറയുന്നേ? ആലോകിതം. മനസ്സിലായല്ലോ?